കേരള രാഷ്ട്രീയത്തിൽ സ്ഥിതിഗതികൾ നിർണയിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും വെള്ളാപ്പള്ളി നടേശനാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രത്യേക വിഭാഗം, ജനവിഭാഗം അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിന്റെ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഈഴവ സമുദായത്തിന്റെ അങ്ങേ തട്ടിൽ, ഏറ്റവും ഉയരമുള്ള തട്ടിൽ ഇരിക്കുന്ന ആളാണ്. ശിവഗിരി മഠത്തിലെ സ്വാമിമാരെക്കാളും പറഞ്ഞാൽ ജനം കേൾക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വാക്കുകളാണ്. ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ഗുരു ചൈതന്യത്തെക്കുറിച്ചും ഗുരു ദർശനത്തെക്കുറിച്ചും വാചാലരാകുമ്പോൾ മതം, ജാതി എന്നീ വസ്തുതകളിൽ മാത്രം ഉറച്ച് നിന്നുകൊണ്ട് പോരാടുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ മറുവാക്കില്ല എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ ചരിത്രം പരിശോധിച്ചാൽ VM സുധീരൻ, അതുപോലെ തന്നെ K മുരളീധരൻ, അങ്ങനെ തുടങ്ങി കുറെ ആളുകളുണ്ട്. ഈ ആളുകളുടെയൊക്കെ ഇലക്ഷൻ വിജയവും വെള്ളാപ്പള്ളിയുടെ വാക്കുകളും പരിശോധിച്ചാൽ അറിയാം, വെള്ളാപ്പള്ളി പറയുന്നതിന് ഇലക്ഷൻ കാലത്ത് അത്രയധികം പ്രാധാന്യമൊന്നും ജനം കൽപ്പിക്കാറില്ല എന്ന് തന്നെ. ഇപ്പോൾ ഞാൻ ഇത് വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയാൻ കാരണം, വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം CPI നേതാക്കളെ ഒന്നടങ്കം ചതിയന്മാരെന്ന് വിളിച്ച് അടച്ച് ആക്ഷേപിച്ചു കളഞ്ഞു. എന്തിനായിരുന്നു ഈ ചതിയൻ പ്രയോഗം എന്ന് ചോദിച്ചാൽ, ഒരു കൊതിക്കർവ് തീർക്കുന്നതിന് തുല്യമായ തരത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളാപ്പള്ളി പറഞ്ഞ മിനിറ്റുകൾക്കപ്പുറം തന്നെ ബിനോയ് വിശ്വവും തിരിച്ച് അടിച്ചു. വെള്ളാപ്പള്ളിക്ക് കാണുമ്പോൾ ഒരു ഹായ് പറയാം, പിന്നെ ഒരു ഷേക്ക് ഹാൻഡ് വേണമെങ്കിലും കൊടുക്കാം, ഒപ്പം കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാറിൽ കയറ്റിയത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി പമ്പയിൽ എത്തിച്ചത്. അവിടെ അയ്യപ്പ ഭക്തന്മാരുടെ മഹാസമ്മേളനം നടക്കുകയായിരുന്നു, ആഗോള സംഗമം നടക്കുകയായിരുന്നു. ഈ ആഗോള സംഗമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് പേടിയാണ്. ആ ആഗോള സംഗമം നടന്നതോടുകൂടിയാണ് ഇവിടെ പല പുകിലുകളും ഉണ്ടായി വന്നത്. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി മോഷണത്തെക്കുറിച്ചും ശബരിമലയിൽ നടന്ന തീവട്ടിക്കൊള്ളയെക്കുറിച്ചുമൊക്കെ പുറത്തു വന്നത് ആ ആഗോള സംഗമത്തിന് ശേഷമാണ്. ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ ഒരു ടിപ്പണിയെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടിക്കാണും. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി സന്നിധാനത്തിന്റെ സമീപം വരെ എത്തിച്ച് അവിടെ ആഗോള സംഗമത്തിലൊക്കെ പങ്കെടുപ്പിച്ച് വലിയ പ്രാധാന്യം വെള്ളാപ്പള്ളിക്ക് കൊടുത്തു. എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചാൽ, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട്, ഒന്ന് ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ, ഹിന്ദുക്കളായ ആളുകൾ, മറ്റൊന്ന് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ വോട്ട് ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന അമിതമായ വിശ്വാസത്തിന്റെ പുറത്താണ് വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കൂട്ടുകെട്ട് വച്ചിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാര്യം നമുക്കറിയാം. അന്ന് വെള്ളാപ്പള്ളി പാലം വലിച്ച കാര്യം പരസ്യമായി ഇടതുമുന്നണിയിലെ നേതാക്കൾ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതാണ്. പക്ഷേ ഇരുട്ട് ഒന്ന് മാറി, നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും വെള്ളാപ്പള്ളി പ്ലേറ്റ് മാറ്റി വെള്ളാപ്പള്ളി പിണറായി സ്തുതി തുടങ്ങി. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവ് കേരളത്തിനില്ല, അടുത്തും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന സ്തുതി പാടലിനെ തുടർന്നാണ് വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ ഇത്രയധികം സ്നേഹിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വോട്ട് തന്നെയാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ വെള്ളാപ്പള്ളി മാൻഡ്രക്കിന്റെ പ്രതിമ പോലെയാണ്. അതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ അപകടമാണ് സംഭവിക്കുന്നതെന്ന തിരിച്ചറിവ് CPIക്കുണ്ട്. പക്ഷെ CPMന് അതിതുവരെ ഏശിയിട്ടില്ല എന്നാണ് പറയാൻ. ഈഴവ സമുദായത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കായിരുന്നു, വോട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ BJPയുമായി ഒരു ചായ്വ് ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായത് BDJS വന്നതിന് ശേഷം മാത്രമല്ല. BDJS വന്നില്ലെങ്കിൽ പോലും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും ഇടതുമുന്നണിയാണെന്ന് വരുത്തി തീർക്കുകയും പക്ഷേ വോട്ടെല്ലാം BJPക്ക് പോവുകയും ചെയ്യും. ആ തരത്തിൽ BDJSനെ വളർത്തിക്കൊണ്ടുവന്ന് BDJSല് തന്റെ മകനെ ലബ്ധപ്രതിഷ്ഠമായ ഏതെങ്കിലും ഒരു പദവിയിൽ കേന്ദ്രമന്ത്രിയെങ്കിലും ആക്കുക എന്ന ആഗ്രഹമൊക്കെ വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു. അതൊന്നും നടക്കാതെ പോയതിലുള്ള വിഷമം വെള്ളാപ്പള്ളിക്ക് ഉണ്ട് താനും. അതുകൊണ്ട് BJPയെയും ഇടയ്ക്കിടയ്ക്ക് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തും. അപ്പോ വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും ചുറ്റിലും അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചുറ്റും നാവുന്ന രീതിയിൽ എല്ലാവരെയും ഭർസിക്കുന്ന പരിപാടി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പിണറായി വിജയനെ മാത്രം അദ്ദേഹം സ്തുതിക്കുകയും ചെയ്യുന്നു. ആ സ്തുതിയിൽ നിന്ന് തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കണമായിരുന്നു, വെള്ളാപ്പള്ളി തന്നെ സ്തുതിക്കുന്നുവെങ്കിൽ തന്റെ അപകടം ഉടനെ ഉണ്ടാകും, തന്റെ പാർട്ടിക്ക് അപകടം സംഭവിക്കുമെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണമായിരുന്നു എന്നാണ് CPI നൽകുന്ന താക്കീത്. വെള്ളാപ്പള്ളിയെ ഒരിക്കലും കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ആളല്ല എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്.
അപ്പോൾ വെള്ളാപ്പള്ളി എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ തീർത്ഥാടനത്തിനിടെ പ്രസംഗിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് മൈക്ക് നീട്ടി. എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോഴേക്കും അയാൾ ബബ്ബ അടിക്കുകയും മാധ്യമപ്രവർത്തകരെ തട്ടിമാറ്റി പോവുകയും ചെയ്തു. ചോദ്യങ്ങളൊന്നുമല്ല, മുസ്ലിങ്ങളോട് ഇത്രയധികം വിരോധം എന്തിനാണ് എന്ന തരത്തിലായിരുന്നു ചോദ്യം. ആ ചോദ്യം കുറുക്കിക്കൊള്ളുന്നത് കൃത്യമായ ആ വോട്ടിംഗ് പാറ്റേണിലേക്ക് തന്നെയാണ്. ഇക്കുറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുമുന്നണി തോറ്റു എന്ന് കാരണം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാരണം, അത് CPM-ന്റെ സംസ്ഥാന സമിതിയും CPI-യുടെ സംസ്ഥാന സമിതിയും ഒക്കെ കണ്ടെത്തിയ കാരണം, ന്യൂനപക്ഷ വോട്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മുസ്ലിങ്ങളുടെ ഒരു വോട്ട് പോലും ഇടതുമുന്നണിക്ക് ലഭിച്ചില്ല എന്ന വസ്തുതയാണ് തെളിയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ തെളിയിക്കുന്നത്. ആ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ന്യൂനപക്ഷം ഇടതുമുന്നണിയിൽ നിന്ന് അകന്നുപോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരേ ഒരു കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് ഇങ്ങനെ പിണറായി സ്തുതി നടത്തുന്നതെന്ന് ഇടതുമുന്നണി പ്രവർത്തകരാകെ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈഴവ സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം നാക്കിട്ടലയ്ക്കുന്നത് എന്ന് ഈഴവ സമുദായ അംഗങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അവിടെയും പാളിപ്പോകുന്നു നിങ്ങളുടെ ധാരണ. അവിടെയും അദ്ദേഹം വാദിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എന്ത് മെച്ചം ലഭിക്കും എന്ന് തന്നെയാണ്. ഈ സംഭവ പരമ്പരകൾ, അദ്ദേഹത്തിന്റെ 3 പതിറ്റാണ്ടിലധികം നീണ്ട SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്ത് ആ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ മകൻ, ഇവരുടെയൊക്കെ നിലനിൽപ്പ്, അധികാരം, അവരുടെ അധികാര കസേര, അതൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്തു കളയും. പക്ഷേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം വെള്ളാപ്പള്ളിയെ അന്ധമായി വിശ്വസിക്കുന്നു. അതിന്റെ തിരിച്ചടികൾ അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിന്റെ മുന്നണിക്കും ഇടയ്ക്കിടയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ കരുതിയിരിക്കുക എന്ന് ഓർമ്മിപ്പിക്കട്ടെ.